കേരള ബന്ധും ബന്ധനുകൂലികളുടെ പരാക്രമങ്ങളും സീരീസിലെ മൂന്നാമത്തെ വീഡിയോ. ഈ നാട്ടിലെ മുഴുവൻ കൂട്ടിയിട്ട് നിങ്ങൾ മാത്രം ഇന്ന് ലാഭം ഉണ്ടാക്കുന്ന തൊഴിലാളി എന്ത് സ്വഭാവം ഇപ്പൊ മണ്ണോണിരിക്കുന്നു രാവിലെ പഠിച്ച സമരം എന്നിട്ട് മാത്രം കുട്ടികളെ മണ്ണെണ്ണ കയ്യിലുണ്ട് എത്ര ആളുകൾ പണി പഠിക്കില്ല. സാവേ ഇത് ഇവിടെ നിന്നതിന് വേണ്ടി മണ്ണെണ്ണ കിട്ടുന്നത് നമ്മുടെ റേഷൻ കടയിലൊന്നും ഇപ്പോൾ മണ്ണെണ്ണ ഇല്ലല്ലോ. മണ്ണെണ്ണ കയ്യിലുണ്ട്, ഒഴിക്കും. എന്തോ പറയാന്. ഈ സമരം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ വീഡിയോകളിലും പറഞ്ഞു, നമ്മൾ സമരത്തിൽ ഒക്കെയാണ്, തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ്. പക്ഷേ ഒരു തൻ്റെ ജീവന ഉപാധി, ഇപ്പോൾ ഈ മീനെന്നൊക്കെ പറഞ്ഞ സാധനം ചീഞ്ഞു പോകുന്ന സാധനമല്ലേ. ഇന്നലെ വന്ന സാധനങ്ങളായിരിക്കും, അല്ലെ ഒരാഴ്ചക്ക് മുമ്പ് വന്ന സാധനമായിരിക്കും, ഇന്നായിരിക്കും എക്സ്പയറി ഡേറ്റ്. അതൊക്കെ എടുത്ത് മാറ്റുക, മണ്ണെണ്ണ ഒഴിച്ച് ഞാൻ നശിപ്പിച്ച് കളയും, ഭീഷണി. ഇങ്ങനെയൊന്നും അല്ല സമരം ചെയ്യേണ്ടത്. നമ്മുടെ സമരം നല്ലതാണ് എങ്കിൽ, ഇപ്പോൾ ചീത്തയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മുടെ സമരത്തിൻ്റെ കൂടെ നിൽക്കേണ്ടത് കൂടെ നിൽക്കും. നമ്മൾ ഈ കേരളത്തിൽ കിടന്ന് ഈ വായിട്ടലച്ചിട്ടോ അല്ലെങ്കിൽ ഈ ബഹളം മുഴുവൻ വെച്ചിട്ടോ കേന്ദ്രത്തിലിരിക്കുന്ന ഒരു കുലുങ്ങത്തില്ല. നോക്കിക്കേ, ചെന്നൈ, ഡൽഹി ഇവിടെയുള്ളവരൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല ഇങ്ങനെ പരിപാടി നടക്കുന്നുള്ള കാര്യം. നമുക്ക് കേന്ദ്രത്തിനെ ഒന്ന് കുലുക്കണമെന്നുണ്ടെങ്കിൽ അതേപോലുള്ള മെട്രോപൊളിറ്റൻ നഗരങ്ങളൊക്കെ സ്തംഭിക്കണം. നമ്മളിവിടെ കിടന്ന് ഈ പാവപ്പെട്ടവൻ്റെ മെക്കെട്ട് കയറിയിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. എന്തായാലും 6 മണി കഴിഞ്ഞു, ഇനി 12 മണി വരെ എന്തോ സമരം ഉള്ളതെന്ന് തോന്നുന്നു. പെട്രോൾ പമ്പ് പോലും ഇല്ല വെളിയിലോട്ടൊന്ന് ഇറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിയേക്കല്ല് പോകാമെന്ന് വെച്ചതാണ്, പക്ഷേ പെട്രോളില്ല.